ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന ക്രൂരകൃത്യങ്ങളിൽ പങ്കാളിയായ ഒരു ഇസ്രായേലി സൈനികൻ. അയാൾക്കെതിരെ യുദ്ധക്കുറ്റം ചുമത്തി ബ്രസീൽ അയാളെ പിടികൂടാൻ ഒരുങ്ങുന്നതിനിടെ അയാളെ അവിടെ നിന്നും ഇസ്രായേൽ രക്ഷപ്പെടുത്തുന്നു. ബ്രസീലിയൻ ഫെഡറൽ പോലീസ് നിയമ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് മുൻ IDF സൈനികനെ ഇസ്രായേൽ ബ്രസീലിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയത്. ബെൽജിയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NGO ആണ് ഈ സൈനികനെ പിടികൂടാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കുടുംബത്തോടൊപ്പം ബ്രസീലിൽ അവധിക്കാലം ചെലവഴിക്കാൻ എത്തിയതായിരുന്നു ഇസ്രായേലി സൈനികനായ യുവാൽ വാഗ്ദാനി. ഇസ്രായേൽ ഗസയിൽ നടത്തിയ നരഹത്യയിൽ പങ്കാളിയാണ് ഈ IDF ഉദ്യോഗസ്ഥൻ. തനിക്ക് ചെയ്യാവുന്ന ക്രൂരതകൾ ചെയ്യുക മാത്രമല്ല, അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥൻ. അതിൽ ആനന്ദം കണ്ടെത്തിയ അയാൾ ഇപ്പോൾ അവധിക്കാലം കുടുംബത്തോടൊപ്പം ആസ്വദിക്കുകയാണ്. മറുവശത്താകട്ടെ പലസ്തീനിൽ മനുഷ്യർ മരിച്ചു വീഴുകയാണ്. ഇതിനിടെയാണ് ഇയാളെ യുദ്ധക്കുറ്റം ചുമത്തി പിടികൂടാനുള്ള നീക്കത്തിലേക്ക് ബ്രസീൽ കടക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ നിന്നതാകട്ടെ ബെൽജിയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു NGOയും. ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ അഥവാ HRF എന്ന NGO നൽകിയ യുദ്ധക്കുറ്റം ആരോപിച്ചുള്ള പരാതിയിൽ ബ്രസീൽ ഫെഡറൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇയാൾ ബ്രസീലിൽ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെടുത്തത്. കഴിഞ്ഞ വർഷം നവംബറിൽ ഗസയിലെ വീടുകളും അഭയാർത്ഥി കേന്ദ്രങ്ങളും ബോംബിട്ട് തകർത്ത സംഭവത്തിൽ യുവാൽ വാഗ്ദാനിൻ്റെ പങ്കാളിത്തത്തിലുള്ള തെളിവുകൾ സഹിതമാണ് HRF ബ്രസീലിയൻ ഫെഡറൽ ജില്ലാ കോടതിയെ സമീപിച്ചത്. പിന്നാലെ ഇയാൾക്കെതിരെ അന്വേഷണം നടത്താൻ ഫെഡറൽ പോലീസിനോട് കോടതി ഉത്തരവിടുകയായിരുന്നു. പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ വൃത്തങ്ങൾ യുവാലിന് ഉടൻ ബ്രസീലിൽ നിന്നും രക്ഷപ്പെടാനുള്ള നിർദ്ദേശം നൽകിയത്. ഞായറാഴ്ച ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സർ ബ്രസീലിലെ എംബസിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ടെന്നാണ് പുറത്തുവന്ന വിവരം. ഒരു സൈനികന് വേണ്ടി ഒരു രാജ്യം വരെ അടിയന്തരമായ ഇടപെടൽ നടത്തുമ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്: ഇസ്രായേലിന് ഏറെയുണ്ട് മറച്ചു പിടിക്കാനും ഒളിച്ചു വെക്കാനും. ലോകം കണ്ടതിനും അപ്പുറമാകും ഗസയിൽ സൈനികർ നടത്തിയ ക്രൂരതകൾ. സൈനികൻ വിമാനത്തിൽ ബ്രസീൽ വിട്ടതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇയാൾ രക്ഷപ്പെട്ടതോടെ തെളിവ് നശിപ്പിക്കപ്പെടുന്നതായി സൂചനയുള്ളതായി ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ വ്യക്തമാക്കി. ഇതൊരു അപവാദം മാത്രമല്ല, ബ്രസീലിൻ്റെ പരമാധികാരത്തിനും നിയമവാഴ്ചക്കുമെതിരായ അപമാനമാണ്. സമാനമായ തന്ത്രങ്ങൾ ഇതിനു മുമ്പും ഇസ്രായേൽ പ്രയോഗിച്ചിട്ടുണ്ട്. ബ്രസീലിൻ്റെ അധികാരികളോട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും അവരുടെ ജുഡീഷ്യൽ പ്രക്രിയ സംരക്ഷിക്കാനും നീതി നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഞങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നും HRF ട്വീറ്റ് ചെയ്തു. പലസ്തീനിൽ അതിക്രമങ്ങൾ നടത്തുന്ന ഇസ്രായേൽ സൈനികർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന NGO ആണ് HRF. ബെൽജിയമാണ് സംഘടനയുടെ ആസ്ഥാനം. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട 5 വയസ്സുകാരി ഹിന്ദിൻ്റെ പേരിലാണ് NGOക്ക് ഒരു പറ്റം മനുഷ്യർ ചേർന്ന് രൂപം നൽകിയത്. ഇസ്രായേലി സൈനികരുടെ വിദേശയാത്രകൾ ഉൾപ്പെടെ നിരീക്ഷിച്ച് ആ രാജ്യങ്ങളിലെ നിയമ സംവിധാനങ്ങളിൽ പരാതി നൽകുന്നതാണ് HRFൻ്റെ രീതി. ഇതിൻ്റെ ഭാഗമായാണ് യുവാൽ വാഗ്ദാനി ബ്രസീലിലെത്തിയ വിവരം അറിഞ്ഞ് ബ്രസീൽ കോടതിയിൽ പരാതി നൽകിയത്. Waytonikah.com, the exclusive Muslim matrimonial site.